ബാക്കിക്ക് ഒരു പ്രൈവറ്റ് റൂം ഒക്കെ നോക്കണം എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ അവളോടൊപ്പം തന്നെ എറണാകുളത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ കോമഡി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും എൻ്റെ അനിയത്തിയും കൂടെ തലേ ദിവസം രാത്രി ഇരുന്നിട്ട് അടുത്ത ദിവസത്തേക്ക് ഉച്ചയ്ക്ക് 2 മണിക്കേക്ക് ഒരു KSRTC ബസ് എറണാകുളത്തേക്ക് പോകുന്ന ബസ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഞങ്ങൾ പുലർച്ചെയായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ആക്ച്വലി 14 എന്നുള്ള ആ ഒരു റെയിൽവേ ടൈമിംഗ് നോക്കിയില്ല. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഉച്ചയ്ക്കാണ് ബുക്ക് ചെയ്തത്. അടുത്ത ദിവസം ഞങ്ങൾ സ്റ്റേഷനിലേക്ക്, അതായത് KSRTC സ്റ്റാൻഡിലേക്ക് പോയ ടൈമിലാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് പുലർച്ചയ്ക്കുള്ള ബസ്സായിരുന്നു, അത് ഓൾറെഡി പോയിട്ടുണ്ടെന്ന്. പിന്നെ ഏതൊരു ബസ്സിൽ കയറിയിട്ടാണ് ഞങ്ങൾ എറണാകുളത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അവിടെ റൂമൊക്കെ എടുത്ത് അടുത്ത ദിവസം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അതായത് നമുക്ക് റൂമൊക്കെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ സ്ഥലത്തേക്ക് പോയി, അങ്ങനെ ഒന്നും ഞങ്ങൾക്ക് സെറ്റ് ആയില്ല കേട്ടോ. പക്ഷേ കപ്പി നടന്ന് ക്ഷീണിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ലുലു മാളിലേക്ക് ഒന്ന് പോയിട്ട് ഒന്ന് റെസ്റ്റ് ഒക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇറങ്ങാന്നുള്ളത്. അങ്ങനെ കുറച്ച് നേരം റിലാക്സ് ചെയ്ത് ഇറങ്ങിയെങ്കിലും ഞങ്ങൾ വിചാരിച്ച പോലെ റൂമൊന്നും ഞങ്ങൾക്ക് സെറ്റ് ആയില്ല. ഒന്നെങ്കിൽ അത് ലൊക്കേഷൻ, അതായത് അവരുടെ കോളേജിന്റെ ദൂരെ ആയിരിക്കും, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ അത്രയും കുറേ നടക്കാൻ പറ്റും, സേഫ് ആയിട്ടുള്ള പ്ലേസ് ആയിരിക്കില്ല. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിചാരിച്ച പ്ലേസ് ഒന്നും കിട്ടിയില്ല. പിന്നെ അവളെ തന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവളെ ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് ഡ്രോപ്പ് ചെയ്തു. ഭയങ്കര മഴയായിരുന്നു കേട്ടോ എറണാകുളത്തേക്ക് ഞങ്ങൾ വരുമ്പോൾ. പിന്നെ രാത്രി ഏതൊരു ബസ് കയറിയിട്ട് ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു പോന്നു.